ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ചില സമയത്തൊക്കെ അത് പറ്റൂല. കാരണം ഞാൻ അന്നൊരു ദിവസം മോർണിംഗ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു 2 ദിവസം തൊട്ട് ഇപ്പോൾ ഒരു മാസം ആവാനായി. എനിക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നില്ലെങ്കിൽ പനി, അല്ലെങ്കിൽ തലവേദന, അങ്ങനെ പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാൻ കർക്കിടകം 1 എന്തായാലും നല്ലൊരു റുട്ടീനൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇന്ന് 2-ാം തീയതിയാണ് കേട്ടോ. അതായത് കർക്കിടകം തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ അലാറം വെച്ച് നേരത്തെ എണീക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ അടുത്തായി ഞാൻ 5 മണിക്ക് അലാറം വെച്ച് ഏതെങ്കിലും സമയത്ത് എണീക്കുന്നു. കാരണം പനിയും ബോഡി പെയിനും ഒക്കെ കാരണം. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ 5 മണിക്ക് അലാറം വെച്ച് 5:20 എണീറ്റിട്ടുണ്ട്. അപ്പോൾ എണീറ്റപാടും കുളിയൊന്നും നടക്കൂല കേട്ടോ. കാരണം അന്നേരം കുളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പനി പിടിച്ച് ഞാൻ ഒരേ കിടപ്പായിരിക്കും. അപ്പം ഞാൻ എന്തായാലും രാവിലെ എണീറ്റതല്ലേ, അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ നേരത്തെ എല്ലാ കുക്കിങ്ങൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ രാത്രി എല്ലാ സാധനങ്ങളും എല്ലാ പച്ചക്കറികളും തേങ്ങയൊക്കെ ചിരവി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടാണ് കിടന്നത്. ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ രാവിലെ എണീക്കാൻ പറ്റാറില്ല എന്ന് മാത്രം. അമ്മയാണ് രാവിലെ എണീക്കാറ്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ കരുതിക്കൂട്ടി നേരത്തെ തന്നെ എണീറ്റ്. അപ്പോൾ ഇന്ന് പുട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറിയൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ട് അടുപ്പിലായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് ഗ്യാസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, കിട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കറി ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ചത്, രാവിലെ എല്ലാം കൂടെ ആക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് ശേഷം നല്ല മഴയാണ് പുറത്ത്. ഈ കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്നാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വേറെയും കഴിക്കും. പക്ഷേ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അതുവരെ വെറുതെ സ്റ്റൊമക്ക് എംപ്റ്റി ആക്കി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റാഗിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റാഗിപ്പൊടി ഉള്ളതുകൊണ്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നിയാൽ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ കുറുക്കൊന്നും ഇപ്പം എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ പണ്ട് ഞാൻ ഒരുപാട് കുറുക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലാണെങ്കിൽ അയണും കാൽസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് വെക്കാനും കണ്ണിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുടിക്കുകയാണെങ്കിൽ കുട്ടികളും കുടിച്ചോളും. പിന്നെ നമുക്ക് വലിയ ആൾക്കാർക്കാണെങ്കിലും ആ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ ആയിട്ട് തോന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടി റാഗി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടേ അടുപ്പ് തന്നെ എല്ലാ പരിപാടിയും. അപ്പോൾ കുറുക്കിയതിന് ശേഷം നല്ലപോലെ കുറുകണം. കാരണം ആ ഒരു പച്ച മണമൊക്കെ മാറി വെന്ത് വരണം. എന്നിട്ട് ഞാനിവിടെ പാല് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് തണുപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം കുട്ടികൾക്കും കൊടുക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരു പഴവും കൂടെ ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. നമുക്കിതിലേക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഷുഗർ ചേർക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് ഷുഗർ ചേർത്താൽ മതി. അല്ലെങ്കിൽ ഷുഗറിന് പകരമായിട്ട് ഡേറ്റ്സോ അല്ലെങ്കിൽ ഹണിയോ ചേർത്താൽ മതി. അതുപോലെ തന്നെ തലേന്ന് കുതിർച്ച് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചേർക്കുന്നില്ല, പഴം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതെങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നും കൂടെ ഹെൽത്തി ഒക്കെ ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം ഞാൻ ഇതൊക്കെ സെറ്റാക്കി വേഗം ഇത് കൊലയിലേക്കാണ് കേട്ടോ ഇതും എടുത്ത് വന്നത്. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് കുറച്ച് പണികളും കൂടെ ഉണ്ട്. അപ്പോൾ പുട്ടൊക്കെ അവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്കിത് കുടിച്ച് അവിടെ തീർക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാനിങ്ങനെ കൊലയിൽ മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എണീക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യത്തിനും സമയം കിട്ടുക. എല്ലാ കാര്യവും നമുക്ക് ഒരുപാട് ടൈം കിട്ടും. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തെ എണീറ്റ് നോക്കുക. ആ ഒരു ദിവസം മൊത്തം ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഡെയിലി നേരത്തെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരോടല്ല കേട്ടോ, എന്നെപ്പോലെ നേരത്തെ എണീക്കാൻ മടിയുള്ള ആൾക്കാരോടാണ്. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാലേ എനിക്ക് നേരത്തെ എണീക്കാൻ മടിയൊന്നുമില്ല, ഇഷ്ടമാണ്. പക്ഷേ ചില ദിവസം നമുക്ക് വയ്യാണ്ടാവുമ്പം നേരത്തെ എണീക്കാൻ പറ്റില്ല എന്ന് മാത്രം. എന്നാലും ഞാൻ സാധാരണ ഒരു 6, 6:30, 6:45 എണീക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും. പക്ഷേ എനിക്ക് ഒരു 5 മണിക്ക് എണീക്കുന്നതാണ് ഇപ്പം ഇഷ്ടം. ഇപ്പം അതിനോട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കുമ്പം അത് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് 2 ആൾക്കാർ ഇത് അവിടെ എണീറ്റ് വന്നിട്ടുണ്ട്. സാധാരണ ഇവർ ഒരുമിച്ചല്ല കേട്ടോ എണീക്കാറ്. ത്രിജുവാണ് ആദ്യം എണീക്കുക, തനു മെല്ലെയാണ് കേട്ടോ എണീക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അവർ രണ്ടാളും പല്ല് തേപ്പിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ രണ്ടാളടുത്തും ബ്രഷ് കൊടുത്ത് വേഗം പല്ല് തേക്കെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നല്ല കുട്ടികളായിട്ട് പല്ലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ അവർ സ്വന്തം ചെയ്തോളും. അങ്ങനെ രണ്ടാളെ ഓരോരുത്തർ ഞാൻ മുഖമൊക്കെ കഴുകിച്ച് കൊടുത്തു. സാധാരണ ഞാൻ ത്രിജുവിനെയൊക്കെ രാവിലെ കുളിപ്പിക്കലുണ്ട്. പക്ഷേ ഇപ്പം മഴയല്ലേ, അതുകൊണ്ട് പിന്നെ ചായ കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ പിന്നെ അവർ രണ്ടാളും അമ്മ ചായയൊക്കെ എടുത്ത് കൊടുത്തു രണ്ടാൾക്കും. അപ്പോൾ അവർ രണ്ടാളും ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് വേഗം സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സാമ്പാറാണ് വെക്കുന്നത്. എനിക്കിവിടെ എല്ലാവർക്കും വറുത്തരയ്ക്കാണ്ട് വെക്കുന്നത് ഇഷ്ടം. അതാകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട്. അപ്പോൾ ഞാൻ സാമ്പാറും വെച്ച് പിന്നെ ഉപ്പേരിയായി. ഇനിയിപ്പം മീൻ എന്തെങ്കിലും ആക്കിയാൽ മതി. ബാക്കിയുള്ള നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അലക്കാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒന്ന് അടിച്ചു വരണം, അങ്ങനെ അല്ലറ ചില്ലറ പണികൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കർക്കിടകമായിട്ട് നല്ലൊരു മോർണിംഗ് റുട്ടീൻ സെറ്റ് ചെയ്യണം
ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പനി ആയതുകൊണ്ട് ഞാൻ നേരത്തെ കുളിക്കാൻ നിന്നില്ല. അപ്പോൾ ഇനി കുളിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ജീരകക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കർക്കിടക മാസമല്ലേ. ഇതെൻ്റെ അച്ഛമ്മേൻ്റെ മാസ്റ്റർ പീസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞി അതായത് റേഷനരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതാണ് കുറച്ചും കൂടെ നന്നായിട്ട് സെറ്റായി കിട്ടുക കേട്ടോ. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളി ജീരകം എല്ലാം കൂടെ അരച്ച് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് കുളിച്ചൊക്കെ സെറ്റായി വരാം. എന്നിട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്കും നേരെ പോയത് പറമ്പിലേക്കാണ്. നമ്മുടെ മുക്കുറ്റി ചെടി പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ മുക്കുറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടകത്തിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ എൻ്റെ വീട്ടിലോ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ ഒന്നും അതിനത്ര പ്രാധാന്യമില്ല. അതായത് ഇവിടെ ഒന്നും എല്ലാവരും അങ്ങനെ തഴച്ച് തൊടാറൊന്നുമില്ല. പക്ഷേ ചില ജില്ലകളിലൊക്കെ ഇതിന് ഭയങ്കര പ്രാധാന്യമാണ് അല്ലേ. പക്ഷെ ഞാനിതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ടൈം മുതൽ ഞാൻ എല്ലാ കർക്കിടകത്തിലും ഇത് തഴച്ച് തൊടാറുണ്ട്. അപ്പം ഞാൻ പറമ്പിലേക്ക് പോയി കുറേ നോക്കിയതിന് ശേഷമാണ് കേട്ടോ കിട്ടിയത്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇക്കൊല്ലം ഫുൾ കാട് മൂടിയിട്ട് അങ്ങനെയൊന്നും കാണാനേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ജലദോഷം, ചുമ, കഫം, അതുപോലെ തന്നെ അലർജി, പിത്തം, അങ്ങനെ വാദം, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഡയറക്റ്റായിട്ടൊന്നും അറിയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആയുർവേദത്തിൽ ഇത് നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മുക്കുറ്റി തൈലമായിട്ടും ഒക്കെ. അപ്പോൾ ഇതാണെങ്കിൽ സയൻറ്റിഫിക്കലി തെളിയിച്ചില്ലെങ്കിലും മുക്കുറ്റി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സസ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കർക്കിടകത്തിൽ ഏറ്റവും കൂടുതൽ ജലദോഷം, പനി, ചുമയൊക്കെ വരുമ്പം ഇത് നമ്മൾ നെറ്റിയിൽ തഴച്ച് തൊടാനുള്ള കാരണം. ഈ കർക്കിടകത്തിൽ ഒരു പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നെറ്റിയിൽ തൊടുന്ന സമയത്ത് നമ്മുടെ നെറ്റിയിൽ പല നാഡികളും ഒക്കെ ഉള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജലദോഷം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും മാറാനും പിന്നെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ മുക്കുറ്റി തഴച്ച് ഞാനും തൊട്ടു. പിന്നെ അപ്പോഴത്തേക്കും മക്കൾ ഓടി വന്നു കേട്ടോ, രണ്ടാളും. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും തൊട്ട് കൊടുത്തു. പിന്നെ അപ്പോഴത്തേക്ക് അച്ചമ്മയ്ക്കും തൊട്ട് കൊടുത്തു കേട്ടോ. മോനാണ് അച്ചമ്മയ്ക്ക് തൊട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ തൊട്ട് കുറേ നേരം അവരോട് കഥയൊക്കെ പറഞ്ഞിരുന്നേ. അപ്പോഴത്തേക്ക് എൻ്റെ ജീരകക്കഞ്ഞി അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയും കൂടെ അരപ്പും കൂടെ ചേർത്താലേ അത് ജീരകക്കഞ്ഞി ആവുള്ളൂ. അതും കൂടെ ചേർത്തപ്പോഴുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, പണ്ടത്തെ ആ ഒരു ഓർമ്മ തന്നെ ശരിക്കും വന്നു കേട്ടോ അച്ചമ്മ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഞാൻ പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മ അങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട്. നമുക്ക് എക്സാക്റ്റ് ആ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല. ഒരുപക്ഷെ അത് അവർ തന്നെ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നതുകൊണ്ടായിരിക്കും അല്ലേ. പക്ഷെ അന്ന് നമുക്കതിൻ്റെ വാല്യൂ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇന്ന് നമുക്കത് വല്ലാണ്ട് മിസ് ചെയ്യൂലേ. അപ്പം ഞാൻ ഈ കഞ്ഞി എടുത്ത് കൊലായിലേക്ക് വന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ജീരകക്കഞ്ഞിക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് അടിപൊളി മഴയും കേട്ടോ. നല്ല മഴയായിരുന്നു. ആ മഴയത്ത് ചൂട് കഞ്ഞി ഇങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ചമ്മന്തിയും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ സ്പെഷ്യൽ നാരങ്ങാച്ചാറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും കുറച്ച് ആർഭാടായിക്കോട്ടെ. അപ്പം നല്ല മഴയും അങ്ങനെ കഞ്ഞി കൂടിയൊക്കെ ആയിട്ട് കുറേ നേരം കൊലായി തന്നെ ഇരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പം രണ്ടാളും എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവരെ അടുത്തിരുത്തി ഇങ്ങനെ ഓരോ കഥയൊക്കെ പറയുകയാണ് ഞാൻ, മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട്. പിന്നെ ത്രിജുവിനെ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഠിപ്പിക്കണമെങ്കിൽ രണ്ടാളെയും പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്, എന്നാലേ അവരിയ്ക്കുള്ളൂ. മറ്റേയാളാണെങ്കിൽ LKG ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ബുക്കൊക്കെ എടുത്ത് അംഗനവാടിയിലാണേ മോൻ. അപ്പോൾ ത്രിജു LKGയിലാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ രണ്ടാളെയും പഠിപ്പിക്കുന്ന പോലെ ആക്കി കുറേ വായിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.